5 മിനിറ്റിൽ 4 മാർക്കിങ് സ്വന്തമാക്കിയാലോ? ഇനിയുള്ള നമ്മുടെ സകല വീഡിയോസിലും ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ നമ്മൾ വേഗം കവർ ചെയ്യുന്ന വീഡിയോസ് ആണ് മക്കളെ ഇനി വരാൻ പോകുന്നത്. ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്രമാണ് ന്യൂമറിക്കൽസ് അല്ല, ബോട്ടണിയിലെ സെൽ സൈക്കിളിലും ഓർഗാനിസം പോപ്പുലേഷനിൽ നിന്നും എക്കോസിസ്റ്റത്തിൽ നിന്നും ഒക്കെ എന്ത് വരാറുണ്ട്? ന്യൂമറിക്കൽസ് വരാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എനർജി ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. മക്കളെ വേഗം നോക്കിക്കോ. 4 മാർക്ക് 5 മിനിറ്റിൽ, 5 മിനിറ്റ് 4 മാർക്ക്. ശ്രദ്ധിച്ചോ, ഒരു ഫുഡ് ചെയിൻ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് ട്രോഫിക് ലെവലിലെ ആളുടെ പേരെന്താ? പ്രൈമറി പ്രൊഡ്യൂസർ. സെക്കൻഡ് ട്രോഫിക് ലെവലിലെ ആളുടെ പേരെന്താ? സെക്കൻഡറി പ്രൊഡ്യൂസർ. തേർഡ് ട്രോഫിക് ലെവലിലെ ആളുടെ പേരെന്താ? ടെർഷ്യറി പ്രൊഡ്യൂസർ. ഫോർത്ത് ട്രോഫിക് ലെവലിലെ ആളുടെ പേരെന്താ? ക്വാട്ടർണറി പ്രൊഡ്യൂസർ എന്നാ വിളിക്കാം. ഇതാണ് ഒരു ഫുഡ് ചെയിൻ. ഈ സണ്ണിൽ നിന്ന്, സണ്ണിലെ ടോട്ടൽ എനർജി എന്താ അറിയോ? സണ്ണിൽ കുറെ റേഡിയേഷൻ ഉണ്ടല്ലോ, കുറെ ലൈറ്റ് ഉണ്ടല്ലോ. ആ ലൈറ്റ് എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ ടോട്ടൽ എനർജി എത്ര ആന്നിരിക്കട്ടെ മക്കളെ? 1,00,000 ജൂൾ ആന്നിരിക്കട്ടെ. ജൂൾ എന്നോ കിലോ കലോറി എന്നോ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ജൂൾ വെച്ചാ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ കിലോ കലോറി ആയിരിക്കും, ഒരു പ്രശ്നമില്ല. ജൂളും കിലോ കലോറി ഒക്കെ എനർജിന്റെ യൂണിറ്റാ. സണ്ണിലെ ടോട്ടൽ എനർജി എത്ര? 1,00,000 ജൂൾ ആന്നിരിക്കട്ടെ. ഇതിന്റെ ഒരു ഭാഗം ആർക്ക് കിട്ടി? പ്രൈമറി പ്രൊഡ്യൂസറിന് കിട്ടി. പ്രൈമറി പ്രൊഡ്യൂസർ ആരാ മക്കളെ? പ്ലാന്റ്സിന് കിട്ടി. സണ്ണിലെ ടോട്ടൽ എനർജി 1,00,000. അതിലൊരു ഭാഗം പ്രൈമറി പ്രൊഡ്യൂസറിന് കിട്ടി. അതിന്റെ കുറച്ച് ഭാഗം സെക്കൻഡറി പ്രൊഡ്യൂസറിന് കിട്ടി. അതിന്റെ കുറച്ച് ഭാഗം ടെർഷ്യറി പ്രൊഡ്യൂസറിന് കിട്ടി. അതിന്റെ കുറച്ച് ഭാഗം ക്വാട്ടർണറി പ്രൊഡ്യൂസറിന് കിട്ടി. എന്നിരിക്കട്ടെ, എന്റെ ചോദ്യം എന്താ? ക്വാട്ടർണറി പ്രൊഡ്യൂസറിന് കിട്ടിയ എനർജി എത്ര എന്നാണ് ചോദ്യം വരിക. സണ്ണിലെ ടോട്ടൽ എനർജി തന്നിട്ട് ക്വാട്ടർണറി പ്രൊഡ്യൂസറിന് കിട്ടുന്ന എനർജി എത്ര ചോദിക്കും. അപ്പൊ സിമ്പിൾ മക്കളെ, എങ്ങനെ കാണാന്നറിയാമോ? സണ്ണിലെ ടോട്ടൽ എനർജി എത്ര? 1,00,000 ജൂൾ അല്ലേ? സണ്ണിലെ ടോട്ടൽ എനർജി 1,00,000 ജൂളാ. ഇതിന്റെ 1% ആണ് മക്കളെ പ്രൈമറി പ്രൊഡ്യൂസറിന് കിട്ടുക. ഇത് ഓർത്ത് വെക്കണം. ഇതാണ് കൺസെപ്റ്റ്. ഇതറിഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാം. സണ്ണിലെ ടോട്ടൽ എനർജി എത്ര ആണോ അതിന്റെ 1% പ്രൈമറി പ്രൊഡ്യൂസറിന് കിട്ടും. അപ്പൊ പറ മക്കളെ, 1,00,000ന്റെ 1% എത്ര? 1/100 ചെയ്താൽ മതി. 2 പോയി. അപ്പൊ പ്രൈമറി പ്രൊഡ്യൂസറിന്റെ എനർജി എത്ര? 1000 ജൂളാ. സണ്ണില് 1,00,000 ഉണ്ടായിക്കോട്ടെ, അതിന്റെ 1% ആയിരിക്കും പ്ലാന്റ്സിന് കിട്ടുക, പ്രൈമറി പ്രൊഡ്യൂസറിന് കിട്ടുക. അപ്പൊ പ്ലാന്റ്സിന്റെ എനർജി 1000 ജൂളാ. ഇവന്റെ എനർജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 10% അപ്ലൈ ചെയ്താൽ ഇവന്റെ എനർജി കിട്ടും. പറ, ഇവന്റെ എനർജി എത്ര? 1000 ജൂളാ. അതിന് 10% ആണ് സെക്കൻഡറി പ്രൊഡ്യൂസറിന് കിട്ടുക. 1000ന്റെ 10 എന്ന് പറയുമ്പോൾ എത്ര മക്കളെ? 100 ജൂള് കിട്ടും. 100 ജൂള്. ഇവന്റെ സെക്കൻഡറി പ്രൊഡ്യൂസറിന്റെ 10% എനർജിയാണ് ടെർഷ്യറി പ്രൊഡ്യൂസർക്ക് കിട്ടുക. അപ്പൊ അവന് എത്ര? 10 ജൂള്. 100ന്റെ 10% 10 ആണല്ലോ. അപ്പൊ ടെർഷ്യറി പ്രൊഡ്യൂസർക്ക് 10 ആണ്. അതിന്റെ 10% മക്കളെ ക്വാട്ടർണറി പ്രൊഡ്യൂസർക്ക് കിട്ടുക. 10ന്റെ 10% എന്ന് പറയുമ്പോൾ എന്താ? 10/10/100. 2 വെട്ടി. അപ്പൊ എത്ര? 1 ജൂളാ മക്കളെ, 1 ജൂൾ. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ സാറേ? ക്വാട്ടർണറി പ്രൊഡ്യൂസറിന്റെ എനർജി എത്ര ആയിരുന്നാണ് ചോദ്യം. എത്ര മക്കളെ വരിക? 1 ജൂൾ. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. സണ്ണിൽ നിന്നുള്ള എനർജിന്റെ 1% എടുത്താൽ ഫസ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് കിട്ടും. ഫസ്റ്റ് ട്രോഫിക് ലെവലിന് 10% അപ്ലൈ ചെയ്താൽ T2 കിട്ടും. അവിടുത്തെ 10% അപ്ലൈ ചെയ്താൽ T3, പിന്നെ അങ്ങോട്ട് T4 കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ട് 1%, ഇവിടുന്ന് അങ്ങോട്ട് 10%. കൺസെപ്റ്റ് കിട്ടിയില്ല 5 മിനിറ്റ് കൊണ്ട്.